ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഇഫ ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡൊക്കെ കഴിഞ്ഞിരിക്കണമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഇപ്പോഴാട്ടോ ഇത് ട്രൈ ആക്കി നോക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് പോയിട്ട് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ ചിക്കൻ നോർമൽ മാരിനേഷൻ ചെയ്യട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വിനിഗർ, തൈര്, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ചിക്കൻ ഒന്ന് മസാല ഒക്കെ തേച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. എന്നിട്ട് ഞാനിപ്പം ബട്ടറും ഓയിലും പാടി മിക്സ് ചെയ്തെടുത്തിട്ട് അതിലാണൊന്ന് ഫ്രൈ ആക്കുന്നത്. ഒരുപാട് ഓയിലും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓയിലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്ന സമയത്ത് നല്ലപോലെ ചിക്കന് കുത്തി കൊടുക്കണം കേട്ടോ. മസാല തേക്കുന്ന സമയത്ത് തന്നെ ചിക്കന് നല്ലപോലെ കുത്തി കൊടുത്തിട്ട് വേണം മസാല തേക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ആ ഉള്ളിലേക്കൊക്കെ മസാല നല്ലോണം ഇറങ്ങി ചെല്ലുള്ളൂ. കാരണം കുറച്ച് വലിയ പീസല്ലേ. ഇനി ഇതിലേക്കുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ഒരു എഗ് വൈറ്റ്, ഞാൻ ഈ ഒരു 3 പീസ് ചിക്കനാണ് കേട്ടോ. അതിലേക്ക് ഒരു എഗ് വൈറ്റും 2 ടീസ്പൂണ് ഫ്രഷ് ക്രീമും പിന്നെ 2 ഗാർലിക്കും പിന്നെ കുറച്ച് ചീസ് ഇട്ടോ. ചീസ് പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിൽ എനിക്കൊരു പുളി കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വിനിഗറും കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ 2 സൈഡും ഇതുപോലെ നല്ല മുരിഞ്ഞ ചിക്കനിലേക്ക് ഈ ഒരു മസാല നല്ലോണം തേച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് നമ്മൾ വെറുതെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ ഒരു ചിക്കൻ്റെ മസാലനേറ്റ് വരുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ആ മസാല കൂട്ടിയിട്ട് നമുക്ക് എന്താ പറയുക ചപ്പാത്തിൻ്റെ കൂടെ കുബൂസിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് പോവും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെയും ട്രൈ ആക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കി.